ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ ചില കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്ന്. ചില സംശയങ്ങൾ അത് കേട്ടപ്പോൾ ഉണ്ട് എന്ന് എനിക്കും തോന്നി. കാരണം കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അതായത് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏത് മന്ത്രമാണോ ജപിക്കുന്നത് അത് ആരോടും പറയാൻ പാടില്ല. നമ്മൾ ആരെയാണോ ഉപാസിക്കുന്നത് അത് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിലുണ്ടായ ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്നത് മറ്റുള്ളവർ അറിയില്ലേ? അറിയും, തീർച്ചയായിട്ടും നമ്മൾ നാമം ജപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയും. നമ്മൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് നാമം ജപിക്കാറുണ്ട്, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ നാമം ജപിക്കാറുണ്ട്. അതൊക്കെ എല്ലാവരും അറിയും, അതറിയും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ഉപാസനാമൂർത്തി ഉണ്ട് എന്ന് കരുതുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പം ഭഗവതിയാണ് പ്രാർത്ഥിക്കുന്നത്, ചിലർ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായിട്ട് ഇപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം വിളക്ക് തെളിയിച്ച് അവരിരുന്ന് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ടാകാം. അതല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് ചില പ്രാർത്ഥനകൾ അവർ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചില പ്രത്യേക നാമങ്ങൾ നമുക്ക് മാത്രമായിട്ട് നമ്മൾ ജപിക്കാറുണ്ടാകാം. ഇപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ, അത് ചിലർ 10,008 തവണയൊക്കെ ആ ഒരു നാമം ജപിക്കും. ചിലർ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം 10,008 തവണ ജപിക്കും. അതല്ലെങ്കിൽ ചില മൂലമന്ത്രങ്ങൾ കാണും. ആ മന്ത്രങ്ങൾ ഗുരു ഉപദേശപ്രകാരം നമ്മൾ ഒരുപാട് ആവർത്തി ജപിക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തിയെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവതയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ദേവതയെ നമ്മൾ നിത്യവും ഉപാസിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞത്. ആ നാമം അതിങ്ങനെ ഞാൻ എല്ലാ ദിവസവും വരാഹി ദേവി 8 മണിക്ക് ശേഷം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഇന്ന നാമം ജപിക്കാറുണ്ട്, ഞാൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന ഈ മന്ത്രം ഞാൻ ജപിക്കാറുണ്ട്. ചിലർ കനകധാരാ സ്തോത്രം അല്ലെങ്കിൽ മറ്റു ചില നാമങ്ങളൊക്കെ ജപിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ജപിക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സൗന്ദര്യലഹരിയിലെ ഏതെങ്കിലും ഒരു നാമം, അത് വളരെ പവർഫുള്ളായിട്ടുള്ള നാമങ്ങളാണ് സൗന്ദര്യലഹരിയിലെ നാമങ്ങളെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരുപാട് ആവർത്തി നമ്മൾ ഒരു നിത്യസാധന എന്നതുപോലെ ജപിക്കാറുണ്ട്. അത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് മാത്രമായി പ്രത്യേകമായി നമ്മൾ ജപിക്കുന്ന നാമങ്ങൾ, ആ നാമങ്ങൾ ഞാൻ ഇന്ന ദേവതയെ ഉപാസിക്കുന്നു എന്നുള്ള കാര്യം ആരോടും പറയാൻ പാടില്ല. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നമ്മൾ ദൈവവിശ്വാസിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ആ നാമജപത്തിനകത്ത് ഒരു രഹസ്യാത്മകത അത് വേണമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വൈദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അസുഖം വന്നു, ശരിയാണ്, നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആരെങ്കിലും വരുമ്പോൾ നമ്മൾ രോഗിയായിരിക്കുന്നു, ഇന്ന മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ കാലത്ത് ഈ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾക്ക് നമ്മൾ പ്രസവരക്ഷ ചെയ്യും. പ്രസവരക്ഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും പഴയ അമ്മൂമ്മമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ എന്ത് ചെയ്യും, അതങ്ങനെ അധികം ആരെയും കാണിക്കില്ല. അവരുടെ കസ്റ്റഡിയിലായിരിക്കും ആ മരുന്ന്. അത് അവർ വളരെ രഹസ്യമായി ആ കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റാളുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കത്തില്ല. എന്താ കൊടുത്താൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അവരത് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അത് പൂർണ്ണമായും ഫലിക്കണം എങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് നമ്മൾ മരുന്ന് മേടിക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ കാണും. അതങ്ങനെ ആരോടും പറയരുത് എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മൾ പനിക്ക് മരുന്ന് കഴിക്കുന്നു, അതാരോടും പറയരുത്. അതല്ലെങ്കിൽ നമ്മൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി, അതാരോടും പറയരുത്, അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് വേണ്ടി നമ്മൾ ചില മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ അത് നമുക്കുണ്ട്, അതങ്ങനെ എല്ലാവരോടും നടന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം ചെറിയ അസുഖങ്ങളൊക്കെ കാണും അല്ലേ? അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുമായിരിക്കും. പക്ഷേ എല്ലാവരോടും നമ്മളിങ്ങനെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അയ്യോ എൻ്റെ കുഞ്ഞിന് ഈ അസുഖമാണ്, അത് മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം കുറച്ച് കാലം കഴിയുമ്പം
ഇതൊരു രോഗിയാണ്, ഇതൊരു അസുഖക്കാരത്തിയാണ് എന്നുള്ള ഒരു വർത്തമാനം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കും. കാരണം അങ്ങനത്തെ ഒരു ലോകമാണിത്. അതുപോലെ തന്നെ നമ്മൾ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില മരുന്നുകൾ കഴിക്കുന്നു. ഉടനെ തന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ ആട്ടും സൂപ്പ് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിലർ പറയില്ലേ, എല്ലാ ആഴ്ചയിലും ആട്ടും സൂപ്പ് കഴിക്കുന്നു, അജമാംസ രസായനം മേടിച്ച് കഴിക്കുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലേഹ്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എൻ്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആളുകളോട് പറയും. അല്ലെങ്കിൽ മുട്ടുവേദന, അപ്പം മുട്ടുവേദനയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം ഒരു ലേഹ്യം തയ്യാറാക്കി ഞാൻ കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഫലിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ താൻ ഏതു മരുന്ന് തനിക്ക് വേണ്ടി കഴിക്കുന്നു, തൻ്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്നു, അത് പുറത്ത് പറയരുത് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ നമുക്കൊരു അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനകത്ത് നമുക്ക് വേണ്ടി ചിലപ്പം ചില വൈറ്റമിൻ ടാബ്ലറ്റ്സോ അതല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളോ അതൊന്നും വിസ്തരിച്ച് പറഞ്ഞു നടക്കരുത്. അതുപോലെ ചെറിയ ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതെന്ത് ചെയ്യരുത്, എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയരുത്. ചില അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും, അതറിഞ്ഞോട്ടെ. അതല്ലാതെ നമുക്കൊന്ന് രഹസ്യമാക്കി വെക്കാൻ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പോകും, ആ അസുഖം മാറും എന്ന വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം വിസ്തരിച്ച് എല്ലാവരോടും നടന്ന് പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം സമൂഹം വളരെ മോശമാണ്. ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് 1000 ഇരട്ടിച്ച് പറഞ്ഞ് നമ്മളെ ഡാമേജ് ചെയ്യും. ഈ 2 കാര്യങ്ങളിലാണ് പ്രധാനമായും സംശയം വരുന്നത്. പിന്നെ ഭോഗം, അതെന്തായാലും ആരും പറയില്ല, പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ ദോഷം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സംശയം മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സംശയമുണ്ടായിരുന്നു. ആശുപത്രി പോകുമ്പോൾ ആളുകൾക്ക് അറിയാൻ പറ്റില്ലേ, നമ്മൾ മരുന്ന് കഴിക്കുന്നത് അറിയാൻ പറ്റില്ലേ, അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കില്ലേ. നാമം ജപിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ കേൾക്കും, പക്ഷേ അധിക ഒച്ചത്തിൽ നമ്മൾ ഒരിക്കലും നാമം ജപിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള ആളുകളെല്ലാം കേൾക്കത്തക്ക രീതിയിൽ മുറുക്ക നാമം ജപിക്കുന്നത് അത്ര നല്ല ഒരു സ്വഭാവമല്ല. നമ്മളും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഈശ്വരനും അതുമാത്രം മതി. അല്ലാതെ എല്ലാവരെയും കൂടെ കേൾപ്പിച്ചിട്ട് ഞാൻ നാമം ജപിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭക്തി എല്ലാവരും കേട്ടുകൊള്ളുക, ഞാൻ നാമം ജപിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെല്ലാവരും കേൾക്കട്ടെ, ആ സമയത്ത് ഇവിടെ ആരും ഒച്ച വെക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില മേനി നടിച്ചുകൊണ്ട് ആളുകൾ നാമം ജപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ചില ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിലോ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതെല്ലാം കാണും. എന്നിട്ട് വീട്ടിൽ ചെന്നിരുന്ന് പറയും, കണ്ടോ അവിടുത്തെ ആ ചേച്ചി എല്ലാ ദിവസവും 7 മണി മുതൽ 8 മണി വരെ സ്ഥിരമായി നാമം ജപിക്കും, ഇന്ന നാമങ്ങളൊക്കെയാണ് ജപിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയും. അങ്ങനെ പറഞ്ഞ് ഈ നാവ് ദോഷം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതൊന്നും അന്ധവിശ്വാസമല്ല. ചില ആളുകൾ പറഞ്ഞാലും അവർ നോക്കിയാലും ഒക്കെ അത് വിപരീതമായി ഫലിക്കാറുണ്ട്. എന്തിനു പറയുന്നു, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ തന്നെ ഞാനിപ്പോൾ ഇച്ചിരി നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും കിടക്കുന്നു പിറ്റേ ദിവസം പനി. അങ്ങനെ എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് പച്ച പിടിച്ചു, വലിയ കുഴപ്പമില്ല, ഇച്ചിരി സാമ്പത്തികമൊക്കെ വന്നു തുടങ്ങിയെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിച്ച് ആ ചിന്ത തീരുന്നതിന് മുമ്പ് ഇടുത്തി പോലെ മറ്റെന്തെങ്കിലും ഒരു ചിലവ് നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, ദൈവമേ ഒന്ന് രക്ഷപ്പെട്ട് ഈ പൈസ ഒന്ന് സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചതാണല്ലോ, കിടക്കുന്നു ചിലവ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാത്ത എത്ര പേരുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് നമ്മൾ അമിതമായി ആഗ്രഹിച്ച് ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ അങ്ങനെ ആഗ്രഹിച്ച് അത് പോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ നമുക്കുണ്ടാകാറില്ലേ? അപ്പം നമ്മൾ ആലോചിക്കാറില്ലേ, ദൈവമേ ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അതൊരിക്കലും നടക്കാറില്ലല്ലോ, അതുകൊണ്ടൊന്നും ഇനി ആഗ്രഹിക്കേണ്ട. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. എനിക്കങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചിന്തിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം വരുന്നത് പോലെ വരട്ടെ, നേരത്തെ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇങ്ങനെയൊക്കെ പറയാത്ത എത്ര പേരുണ്ട്. സാധാരണക്കാരായ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ചില കാര്യങ്ങൾ ഗോപ്യമായിരിക്കണം, ചില കാര്യങ്ങൾ രഹസ്യാത്മകതയായിരിക്കണം, ചില കാര്യങ്ങൾക്ക് രഹസ്യാത്മകത ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ സ്ഥിരമായി ഇന്ന നാമം ജപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നാമം ജപിച്ച് നമുക്ക് അല്പം ഒരു
മെച്ചമൊക്കെ ഉണ്ടായി വരുമ്പോഴായിരിക്കും ആളുകൾ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരോടും പറഞ്ഞു, കണ്ടോ ദേ ഇന്ന ആ സ്ത്രീ കണ്ടോ ദിവസവും ആ നാമം ജപിച്ചുകൊണ്ടിരുന്നു, കണ്ടോ ഇപ്പോൾ അവർക്ക് കണ്ടോ എന്തൊരു ഐശ്വര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് അതും കൂടെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത്. അപ്പോഴുള്ളൊരു സംശയമാണ്, പലരും ചോദിച്ചു, ഞാൻ ഇന്ന നാമങ്ങളൊക്കെ ജപിക്കാനായിട്ട് എൻ്റെ മക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലും ദോഷമാണോ? അത് കുഴപ്പമില്ല, നമ്മളായാലും എല്ലാവരോടും പറയും, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രങ്ങളിൽ പോകും, ലളിതാ സഹസ്രനാമം ജപിക്കൂ, അതൊക്കെ പറയാം. അതിലൊന്നും തെറ്റില്ല. നമുക്ക് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാം, അവർ നന്നായി ജീവിക്കട്ടെ, അതല്ലേ നമ്മുടെ ആഗ്രഹം. അല്ലാതെ അവർ നശിച്ചു കിടക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ലല്ലോ, നമ്മുടെ ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളുമൊക്കെ. അപ്പോൾ അവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കൂ, ഇന്ന വഴിപാടുകൾ ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും ഫലമുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന നാമം നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ, ഇതൊക്കെ നമുക്ക് പറയാം. അതിൽ തെറ്റില്ല, അതൊരു മാനുഷിക നന്മയാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന നാമം സ്ഥിരമായി ജപിക്കുന്നു, എൻ്റെ ഉപാസനാമൂർത്തി ഇതാണ്, ഞാനിത് ഒരു സാധന പോലെ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിത് ചെയ്യുന്നു, ഞാൻ കൃത്യമായി ഇത് ചെയ്യാറുണ്ട്, എനിക്കതിൻ്റെ ഫലം ലഭിക്കുന്നുണ്ട്, ഇങ്ങനെ പറയരുത്. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ, നാമം ജപിക്കൂ മോളെ, ഇന്ന നാമങ്ങളൊക്കെ ഒന്ന് ജപിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഫലം കിട്ടുമായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറയാം, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാം. ഞാനിത് ചെയ്യുന്നു, ഞാൻ ഇത്ര വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ അതിൻ്റെ ഫലം എനിക്ക് ലഭിച്ചത് കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങളും ചെയ്യൂ, അങ്ങനെ പറയരുത്. നമുക്ക് വേണമെങ്കിൽ ആ നാമങ്ങളൊക്കെ നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ, തീർച്ചയായിട്ടും അതിനൊരു ഫലം കിട്ടുമെന്ന് തോന്നുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കൂ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നു, എനിക്കതിന് ഫലമുണ്ട്, അങ്ങനെ പറയരുത്. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതല്ലാതെ എല്ലാം നമുക്ക് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. രഹസ്യമാക്കി വെക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നു, അവൾക്ക് പ്രസവരക്ഷ ചെയ്യുന്നുണ്ട്, പക്ഷേ അവളുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ഇന്ന മരുന്നുകൾ ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കിച്ചു കൊടുക്കുന്നു, അതവൾ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ പാടില്ല. അതല്ലാതെ പൊതുവായി എല്ലാവർക്കും അറിയാൻ സാധിക്കും, അവൾക്ക് പ്രസവരക്ഷ ചെയ്യുന്നുണ്ട്, ഇന്നടത്തു നിന്നാണ് മരുന്ന് മേടിക്കുന്നത്, അതൊക്കെ അറിയാം. പക്ഷേ ആ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളങ്ങനെ ഊന്നി പറയരുത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിലെന്താണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്നത് എന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ്, ഭോഗം പൊതുവെ ആരോടും പറയാറില്ല. എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും തിരിച്ച് അതിനൊരു പണി കിട്ടിയിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, സംശയങ്ങളെല്ലാം മാറി എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ്. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.